9.5 സെൻറ്റ് സ്ഥലം. 9.5 സെൻറ്റ് സ്ഥലമാണ് നിങ്ങളീ കാണുന്നത്. അത്യാവശ്യം വാഴ, കപ്പ, അതുപോലെ തന്നെ അത്യാവശ്യം അടയ്ക്കാമരം, അതുപോലെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന നല്ലൊരു പറമ്പാണ് വരുന്നത്. ഇത് നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് വരുന്നത്. നമുക്ക് വീട് വയ്ക്കാനും പറ്റുന്ന നല്ല അടിപൊളി പ്ലോട്ടുകൾ ഒന്നാണ്. ഇവിടം വരെ കണ്ടോ, നിങ്ങൾക്ക് കട്ട വിരിച്ച വഴി കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് നമുക്ക് വഴി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വഴി നേരെ കണ്ടോ, ഈ വഴി നേരെ സ്റ്റാർട്ട് ചെയ്ത് ആ വഴി സൈഡിലൂടെയാണ്, അതായത് 2 വീടിൻ്റെ സൈഡിലൂടെ, അത് നല്ല നീറ്റായിട്ട് അന്ന് തടസ്സമില്ലാത്ത നല്ല രീതിയിലാണ് വഴി കൊടുത്തിരിക്കുന്നത്. ആ വഴി നേരെ കയറി വന്ന് കാണുന്നത് നേരെ നമുക്ക് ഈ കാണുന്ന 9.5 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഏരിയ വരുന്നത് അങ്കമാലി മാണിക്യാമംഗലം, കാലടി മാണിക്യാമംഗലമാണ് വരുന്നത്. ഈ അങ്കമാലിയിൽ നിന്നും MC റോഡ് നേരെ കാലടി വരിക. കാലടിയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രമാണ് ഈ പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത്, മാണിക്യാമംഗലം വരുന്നത്. ഈ മാണിക്യാമംഗലം ചർച്ചിന് തൊട്ടടുത്താണ് നമുക്ക് ഈ സ്ഥലവും വരുന്നത്. അതുകൂടാതെ ഇനി മഞ്ഞപ്രയാണെങ്കിൽ അങ്കമാലിയിൽ നിന്ന് നേരെ മഞ്ഞപ്ര റൂട്ട് വരിക. ചന്ദനപ്പുരയിൽ നിന്ന് നേരെ കാലടി റൂട്ട് വന്നു കഴിഞ്ഞാൽ മാണിക്യാമംഗലത്ത് നിന്ന് ചർച്ചിൻ്റെ, അതായത് മെയിൻ ചർച്ച് വരുന്നുണ്ട്, സെൻറ്റ് റോക്കി ചർച്ച് വരുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ്, നമുക്ക് ചർച്ചിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഭൂമി വരുന്നത്. അപ്പോൾ പാർട്ടി ചോദിക്കുന്ന 3 ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല റെസിഡൻഷ്യൽ ഏരിയ, എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന, കിണറുവെള്ളം കിട്ടുന്ന ഏരിയകളിൽ ഒന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഭൂമി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നല്ല അറിയാൻ പറ്റുമായിരിക്കും. അത്രയും നല്ല ലെവൽ തന്നെയാണ് ഭൂമി കാര്യങ്ങൾ കിടക്കുന്നത്. സ്ക്വയർ ആയിട്ട് തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ വീടൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിൽ ഒന്നാണ്. അപ്പോൾ നമുക്കിത് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് സൗകര്യങ്ങൾ നോക്കിയാൽ തന്നെ ഏകദേശം ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂൾ സൗകര്യം, NSS സ്കൂൾ, അതുപോലെ തന്നെ മഞ്ഞപ്ര സ്കൂളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെയാണെങ്കിൽ ഒരു 6 കിലോമീറ്റർ ചുറ്റളവിലാണ് വിശ്വജ്യോതി സ്കൂൾ വരുന്നുണ്ട്, സെൻറ്റ് പാട്രിക് സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂൾ വരുന്നുണ്ട്. ഇനി ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ LF ഹോസ്പിറ്റൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്ലക്സ് ഹോസ്പിറ്റൽ വരുന്നുണ്ട്. ഇനി കാലടിയിലുള്ള ഹോസ്പിറ്റലുകൾ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ പെരുമ്പാവൂർ സൈഡാണെങ്കിൽ അവിടെയുള്ള ഹോസ്പിറ്റലുകൾ വരുന്നുണ്ട്. എല്ലാം തന്നെ ഏകദേശം തൊട്ടടുത്ത് നിൽക്കുന്ന ഏരിയകളിൽ ഒന്നാണ്. ഇനി അത് കൂടാതെ തന്നെയാണ് എയർപോർട്ടിലേക്കാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്ക് വരുന്ന ദൂരവും വരുന്നത്. അങ്കമാലി ടൗണിലേക്ക്, ഇവിടെ നിന്ന് MC റോഡിലേക്ക് നമുക്ക് വരും 2.5 കിലോമീറ്റർ മാത്രമാണ് MC റോഡിലേക്ക് വരുന്നത്. അപ്പോൾ MC റോഡ് വഴി നേരെ NH. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും, ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, KSRTC സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം തന്നെ ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് കിട്ടുന്ന നല്ല അടിപൊളി റെസിഡൻഷ്യൽ ഏരിയകൾ ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. ബാക്കിയെല്ലാം നേരിൽ കണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുകൂടാതെ തന്നെ ഇതുപോലുള്ള വില്ലകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you.